നമ്മളൊരു കടയിൽ പോയിട്ട് 100 രൂപേൻ്റെ ഒരു സാധനം വാങ്ങിച്ചു. 100 രൂപേൻ്റെ സാധനത്തിന് നമ്മൾ 100 രൂപ പൈസയൊക്കെ കൊടുത്തു, ബില്ലൊക്കെ തന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് അവർ ഡെലിവറി ചെയ്യുള്ളൂ, അവിടെ സ്റ്റോക്കില്ല. അങ്ങനെ നമ്മൾ 100 രൂപ കൊടുത്തു, നമ്മൾ പോന്നു. ആ സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഇപ്പോൾ ഈ പർച്ചേസ് ചെയ്ത ഇതിന് 130 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ 30 രൂപയും കൂടി നിങ്ങൾ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതായത് നമ്മൾ വാങ്ങുന്ന അന്ന് ഇതിന് 100 രൂപയേ ഉള്ളൂ. ഇവർ ഡെലിവറി ചെയ്യുന്ന അന്ന്, അതായത് നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് ബില്ലൊക്കെ ആക്കിയതിന് ശേഷമാണ് ഇതിന് വില കൂടിയത്. അപ്പോൾ കൂടിയ വില നമ്മൾ തരണം എന്ന് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ കടക്കാരൻ നമ്മളോട് പറഞ്ഞാൽ നിങ്ങളത് കൊടുക്കാൻ തയ്യാറാവുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു സംഭവം ചോദിക്കാനുള്ള ഒരു കാരണം, മാർച്ച് 6 ആണ് ഞാൻ ഗ്യാസിൻ്റെ സിലിണ്ടർ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റും ചെയ്തത്. അതും ഇന്ത്യൻ ഓയിലിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇന്ത്യൻ ഓയിൽ വഴി തന്നെയാണ് ഞാൻ ചെയ്തത്. മാർച്ച് 7 ഗ്യാസിൻ്റെ വില കൂടി. ഗ്യാസിൻ്റെ വില കൂടിയപ്പം ഈ കൂടിയ വിലയും ഞാൻ തരണമെന്നാണ് ഈ ഡെലിവറി സമയത്ത് വന്നിട്ടുള്ള ഇൻവോയ്സിലുള്ളത്. ഞാൻ 2026 മാർച്ച് 6 ബുക്ക് ചെയ്യുമ്പോൾ 906 രൂപയാണ് ഗ്യാസിൻ്റെ ഇൻവോയ്സിൽ എനിക്ക് വന്നിട്ടുള്ള ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഈ ഒഫീഷ്യൽ ആപ്പ് ത്രൂ എന്നെ പേ ചെയ്തു. അതിനുശേഷം ഇവർ ഡെലിവറി ചെയ്യുമ്പോഴത്തിന് ഗ്യാസിന് വില കൂടി. ആ കൂടിയ വില ഞാൻ അടക്കണം എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ എന്തായാലും അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബുക്ക് ചെയ്യും 1 പവൻ പൈസ ഒക്കെ ഉള്ളത്. ഇപ്പോൾ കൂടുന്ന സമയത്ത് പൈസ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്രയായിരുന്നോ ഉള്ളത് ആ പൈസക്കാണ് കിട്ടുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ KSRTCയിൽ ടിക്കറ്റ് എടുത്തു, ഓൺലൈൻ നമുക്കൊരു അടുത്ത ആഴ്ച പോകാനുള്ള ബസ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് എത്രയാണോ ബുക്ക് ചെയ്യുന്നത് ആ ബുക്ക് ചെയ്ത എമൗണ്ടിനാണ് നമ്മൾ പോവുക. പിന്നീട് ബസ് ചാർജ് കൂട്ടിയെന്ന് പറഞ്ഞാൽ അത് കൂടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് ചാർജ് നമ്മൾ ഇവിടുന്ന് ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന് ബുക്ക് ചെയ്യുന്ന ചാർജ് എത്രയാണോ അതായിരിക്കില്ല നാളെ. അപ്പോൾ കൂടിയത് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിലിങ്ങനെ നടക്കുന്നത്?